സൂചേട്ടൻ അല്ലാതെ ഇവന്റെ ഇഷ്ടത്തിന് എതിരായിട്ട് ഇന്ന് വരുന്നില്ല. ഇവന്റെ ഇഷ്ടമാണ് സൂചേട്ടൻ പറയാനാണ് എനിക്കിഷ്ടം. അവരെ ഇപ്പൊ ഞാൻ ഇങ്ങനെ സംസാരിക്കുന്ന കാരണം തന്നെ അവരെ പക്വതയായി ഭയങ്കര ഇതാ. അച്ഛനുള്ളപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. അച്ഛൻ ഇങ്ങനെ ഫുഡൊക്കെ കൊണ്ട് തരും. അവിടെ കൊണ്ട് തരും. ഇല്ല, എനിക്ക് മെച്ചൂരില്ലെന്നൊക്കെ ചിലവ് പറയുന്നത്. അയ്യോ, എണ്ണിയാൽ ഒടുങ്ങാത്ത ഫ്രണ്ട്സ് ഉള്ള ആളാണോ ഇങ്ങനെ ഉണ്ടാണ്ടി. എന്താ പറയാ, ഇപ്പം ചേച്ചി തന്നെ പറഞ്ഞു, കുഞ്ഞിലെ ഭയങ്കരമായിട്ട് കുട്ടിക്കളിയൊക്കെ ആയിട്ട് നടന്നിരുന്ന ഒരാള് ഇപ്പം 20 വയസ്സായപ്പോ അതിൻ്റെതായ പക്വതയായി ഭയങ്കര ഇത്. അതിന് ശരി എനിക്ക് തോന്നുന്നു അച്ഛന്റെ മരണം ആ ഒരു സ്വഭാവ മാറ്റത്തിന് ഒരു കാരണമായിട്ടുണ്ടാവും. കുറച്ചൊക്കെ എന്ത് മാറ്റം മെയിൻ ആയിട്ട് വന്നെന്ന് പറയാം. ആ ടൈമിലുള്ളായിരുന്നു. ഇപ്പം കുറച്ചൊക്കെ മാറ്റി കൊണ്ടുവരും ഉണ്ട്. അതായത് അച്ഛൻ മെയിൻ എന്താ പറയാ, എല്ലാരും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യം കേട്ടോ. അതായത് അമ്മയുടെ സ്നേഹത്തിൽ എന്തെങ്കിലും മാറ്റം ഫീൽ ചെയ്തിട്ടുണ്ടോ? ഇല്ല. അപ്പം ഈ പറയുന്ന പോലെ ഞാൻ ഇനി കുട്ടിക്കളിയൊന്നും കളിച്ച് നടന്നാൻ പറ്റില്ല, ഋതപ്പനുണ്ട്, അമ്മയുണ്ട്, അച്ഛനില്ലാത്ത സ്ഥാനത്ത് എനിക്ക് ഇനി എന്തെങ്കിലുമൊക്കെ ഇവർക്ക് വേണ്ടി ചെയ്തു തുടങ്ങണം എന്നുള്ള ചിന്തയിൽ നിന്നൊരു സ്വഭാവത്തിന് മാറ്റം ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെയില്ല, അങ്ങനെ കൂലകുശമായിട്ടൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. അതെ, എന്നാലും എനിക്ക് തോന്നുന്നു ഒരു കിച്ചുവിന്റെ ഏജിലുള്ള ഒരു ആൺകുട്ടി ആലോചിക്കുന്നതിനേക്കാളും ചിന്തിക്കുന്നതിനേക്കാളും ഒക്കെ ആലോചിച്ചും ചിന്തിച്ചും ഒക്കെ തന്നെയാണ് കിച്ചു പ്രവർത്തിക്കുന്നതെന്ന് തോന്നിപ്പിക്കുന്നുണ്ട്. ശരിയാണോ? അത് തോന്നിപ്പിക്കുന്നുണ്ട്. അത് ശരിയാണോ അല്ലേന്ന് ഞാൻ ചോദിച്ചാ. അതായത് പ്രായത്തിൽ കവിഞ്ഞ പക്വതയുണ്ടെന്ന് ആരെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, എനിക്ക് മെച്ചൂരില്ലെന്നൊക്കെ ചിലവ് പറയുന്നത്. ഇതപ്പോ അഭിനയാണ്. ക്ലോസ്ഡ് സർക്കിളില് ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള അവരാണ് പറയുന്നത്, മനസ്സിലായി. അങ്ങനെ കൂട്ടുകാരൻ്റെ പക്ഷെങ്കിലും ആവേണ്ട സമയത്ത് അങ്ങനെ നിൽക്കും, അല്ലാത്തപ്പോ കളിച്ചു. അതെ, ഏറ്റവും ഈ അടുത്ത് ഏറ്റവും എത്ര ഫ്രണ്ട്സ് ഉണ്ടാവും? എണ്ണിയാൽ ഒടുങ്ങാത്ത ഫ്രണ്ട്സ് ഉള്ള ആളാണോ ഇങ്ങനെ ഉണ്ടാണ്ടിരിക്കുന്നേ? ഞാൻ വിചാരിച്ചു എത്ര ഫ്രണ്ട്സ് ഉണ്ടാവും. അത് 4, 5 അങ്ങനെ ഒരു കണക്കാണ് ഞാൻ പ്രതീക്ഷിച്ചിട്ടുള്ളത്. കുറെ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പൊ അവരൊക്കെ ഇനിയിപ്പോ ഞെട്ടത്തില്ലേ ഈ തരത്തില് ഭയങ്കര സൈലന്റ് ആയിട്ടൊക്കെ വീഡിയോയിൽ കാണുമ്പോ നീ എന്താ ഇങ്ങനെയെന്ന് ചോദിക്കില്ലേ? അവർക്കും അറിയാം അങ്ങനെയാന്നൊക്കെ. ഓ, അങ്ങനെ പൊതുവെ ഒരാളെ മീറ്റ് ചെയ്യുമ്പോ ഇങ്ങനെയാണെന്നൊക്കെ അറിയാം. അപ്പൊ അവര് പറയാറില്ലേ നീ ഇങ്ങനെ ഒന്ന് മാറടാ എല്ലാരോടും? അവരെ ഇപ്പൊ ഞാൻ ഇങ്ങനെ സംസാരിക്കുന്ന കാരണം തന്നെ അവരെ ഇങ്ങനെങ്കിലും സംസാരിക്കുന്നതിന് കാരണം ഇത്രയും പോലും ഇതിനു മുന്നേ അങ്ങനെ ആരുടെ സംസാരിക്കും, ഒരു റൂമിൽ തന്നെ ഇങ്ങനെ ഇരിക്കുന്ന കമ്പ്യൂട്ടറിന്റെ ഫ്രണ്ട് ഇങ്ങനെ ഇരിക്കും. അച്ഛനുള്ളപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. അച്ഛൻ ഇങ്ങനെ ഫുഡൊക്കെ കൊണ്ട് തരും. അവിടെ കൊണ്ട് തരും. ഒരിടയ്ക്ക് അങ്ങനെ 3 വർഷം അല്ലടാ, കൊറോണ ടൈം ഫുള്ളും 2 വർഷം ഫുഡൊക്കെ അങ്ങോട്ട് കൂടെ എന്തെങ്കിലും പറയട്ടെ, കിച്ചു മുറിയിലോട്ട് എതിർ കിച്ചു, ഓക്കെ ശരി അല്ലെങ്കിൽ ചെറിയ ഞങ്ങള് പുറത്തു പോകും അല്ലേടാ, ഞങ്ങള് പുറത്ത് അമ്മ അച്ഛനും പൊക്കോ, ഋതപ്പനുമായിട്ട് പൊക്കോ, വല്ലപ്പോഴും ഇവനൊന്ന് മുറിയത് കാണുന്നു. ഒരു ഇടയ്ക്ക് അതായിരുന്നു, ആ കൊറോണ ടൈമിൽ ഫുള്ളും അങ്ങനെയാണ്. അത് കഴിഞ്ഞിട്ടാണ് മാറിയത്, ചേഞ്ച് ആയത്. അതിന് മുന്നത്തെ കാര്യമാണ് അവന്റെ കളിയും ചിരിയൊക്കെ കേട്ടത്. അതായത് കൊറോണ ടൈമിലാണ് ഒരു മാറ്റം വന്നത്. ആണോ? അങ്ങനെയാണോ? അതെ, അച്ഛൻ പറയാറുണ്ടായിരുന്നു ഇങ്ങനെയൊന്നും ആവല്ലേടാ, അങ്ങനെയൊക്കെ പറയാറുണ്ടായിരുന്നോ? അച്ഛൻ ഇവന്റെ ഇഷ്ടമാണ്. അതെ, അങ്ങനെയാണ്. സൂചേട്ടൻ അല്ലാതെ ഇവന്റെ ഇഷ്ടത്തിന് എതിരായിട്ട് ഇന്ന് വരുന്നില്ല. ഇവന്റെ ഇഷ്ടമാണ് സൂചേട്ടൻ പറയാനാണ് എനിക്കിഷ്ടം. പിന്നെ ഇവന്റെ ഇഷ്ടത്തിന് ആരും എതിര് നിന്നിട്ടില്ല. അന്നും നിന്നിട്ടില്ല, ഇന്നും നിന്നിട്ടില്ല, നാളെ ഒട്ട് നിക്കത്തുമില്ല.